സത്യം പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം, അതായത് ട്രോളിന് വേണ്ടി തന്നെ. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഒന്നെങ്കിൽ എനിക്ക് 25 വയസ്സാണല്ലോ, അപ്പം 25 വയസ്സുകാരിക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വിഡ്ഢിത്തമാണ് പറയുന്നതെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ട്രോളായി വന്നു എന്ന് ഞാൻ അറിയുന്നത് ഇന്നലെ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അവരെന്നോട് ചോദിച്ചപ്പോഴാണ് ഇതും ട്രോളായോ. ഈ ഇടയ്ക്ക് വന്നാണ് ഒരു അരിവിവാദം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അറിയുന്നവർക്കറിയാം, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയുണ്ട്. അത് പ്രകാരമാണ് നമുക്ക് അരി കിട്ടുന്നത്. 28 ഡിസംബർ 31 വരെ നമുക്ക് അത് ലഭിക്കും. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ കേരള സർക്കാരാണ്. അതിന് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് കേന്ദ്രത്തിൽ നിന്ന് തരുന്ന കാര്യങ്ങൾ ഇവിടെ കേരള സർക്കാരിനെ മാത്രമാക്കി അവർ പറയുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് ഇത്ര ട്രോളാവൻ എന്താന്നുള്ളത് ഞാൻ ആലോചിച്ചത്. അതിനകത്ത് പറഞ്ഞ കാര്യം, ഞാൻ മറ്റേ KSRTC ബസ്സുകളുടെ പടികളുടെ വീതി കൂട്ടിയ കാര്യം പറഞ്ഞിരുന്നു. അത് കേന്ദ്ര സർക്കാരിന്റെ, അതായത് കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതും കേന്ദ്ര സർക്കാരിന്റെ എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. ഇത് എന്താ അത്ര പോലും വിവരമില്ലേ എനിക്ക്. അതായത് അത് KB ഗണേഷ് കുമാർ സാറാണല്ലോ അത് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലാണ് ട്രോളുകൾ. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നു കുറെ സെലിബ്രിറ്റീസും ഒക്കെ അതെടുത്തിട്ട് ട്രോൾ ആക്കിയിട്ടുണ്ട്. അതെനിക്കിഷ്ടമില്ല. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിവിടെ ചെയ്തത് KB ഗണേഷ് കുമാർ സാറാണ്. ഞാനത് എവിടെയും തിരസ്കരിച്ചിട്ടില്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം, ഈ നിയമാവലി, അതായത് KSRTC ബസ്സുകളുടെ പടികളുടെ വീതി കൂട്ടുക, അല്ലെങ്കിൽ ഹൈറ്റ്, നിലത്ത് നിന്നുള്ള ഹൈറ്റ് കുറയ്ക്കുക, ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡത്തിലുള്ളതാണ്. ചക്കയാണ് നമ്മുടെ ചിഹ്നം കേട്ടോ, മറക്കരുതേ. ചക്കയ്ക്കേ ഓട്ടോ. പിന്നെന്താ, വിത്ത് പ്ലസ്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ